ഫസ്റ്റ് ടേബിൾ ഓഫ് കണ്ടന്റ്, ഫുട് നോട്ട്, സിറ്റേഷൻസ് ആൻഡ് ബിബ്ലിയോഗ്രഫി, ക്യാപ്ഷൻസ്, ഇൻഡെക്സ്, ടേബിൾ ഓഫ് അതോറിറ്റീസ്. ഇത്രയും ഗ്രൂപ്പുകളാണുള്ളത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ടേബിൾ ഓഫ് കണ്ടന്റ്, ഫുട് നോട്ട്സ്, സിറ്റേഷൻ ആൻഡ് ബിബ്ലിയോഗ്രഫി, ക്യാപ്ഷൻസ്, ഇൻഡെക്സ്, ടേബിൾ ഓഫ് അതോറിറ്റീസ്. ഇതൊന്ന് എഴുതി വെക്കുക കേട്ടോ. റെഫറൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ടാബ് നാലാമത്തെ ടാബാണ് നമ്മുടെ. അതിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വേഗം ആയിക്കോട്ടെ. അതില് ടേബിൾ ഓഫ് കണ്ടന്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പില് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ടേബിൾ ഓഫ് കണ്ടന്റ് ആണ്. നോക്കൂ, കണ്ടന്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? കുറെ കണ്ടന്റ്, ഫ്രണ്ടിൽ തന്നെ കണ്ടന്റ്, അതിന്റെ അറ്റത്ത് പേജ് നമ്പർ. അപ്പൊ ഇതാണ് അതിന്റെ സെറ്റപ്പ്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ആ ഒരു ഫോർമാറ്റ് നമുക്ക് തന്നെ വരും. കണ്ടോ? കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. പേജ് നമ്പർ ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ടേബിൾ ഓഫ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മളൊരു ആഡ് ടേബിൾ ഓഫ് കണ്ടന്റ് document. നമ്മുടെ ഡോക്യുമെന്റിന് ഒരു ടേബിൾ ഓഫ് കണ്ടന്റ് കൊടുക്കാം. Once you have added a table of content, click the add text button to add entries to the table. നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ അപ്ഡേറ്റ് ടേബിൾ ഉണ്ട്, അതുപോലെ തന്നെ ടേബിൾ ഓഫ് കണ്ടന്റ്. അപ്പൊ അപ്ഡേറ്റ് ടേബിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ അപ്ഡേറ്റ് പേജ് നമ്പർ ഓൺലി, അപ്ഡേറ്റ് എൻ്റെ ടേബിൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ടേബിളിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറ്റും. മനസ്സിലായോ? നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ടേബിൾ ഓഫ് കണ്ടന്റ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ടേബിൾ ഓഫ് കണ്ടന്റ് എന്താണ്? ഒരു ഡോക്യുമെന്റിന്റെ ഫ്രണ്ട് പേജിൽ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഒക്കെ ഫ്രണ്ട് പേജ് നമ്മൾ കണ്ടന്റ് നോക്കിയിട്ടാണ് അത് വായിക്കുന്നത് അല്ലെ? ഏതൊക്കെ ചാപ്റ്റർ, ഏതൊക്കെ പേജ് നമ്പറാണ് കിടക്കുന്നത്, അത്ര തന്നെ. നമ്മളപ്പോ അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് കോപ്പിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ? നമ്മുടെ ബുക്കുകളിലാണ് ഇത്. പക്ഷെ ഡോക്യുമെന്റിന്, നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിന് കണ്ടന്റ് കൊടുക്കാണ്, ടേബിൾ ഓഫ് കണ്ടന്റ് കൊടുക്കാണ്. അതിൽ അത്രയും രണ്ട് ഓപ്ഷൻ തന്നെയുള്ളൂ. ആഡ് ടെക്സ്റ്റ്, അപ്ഡേറ്റ് ടേബിൾ. യെസ്. അടുത്ത ഗ്രൂപ്പ് നോക്കൂ, ഫൂട്ട് നോട്ട് ആണ്. അടുത്ത ഗ്രൂപ്പ് എന്താണ്? ഫൂട്ട് നോട്ട്. എന്താണ് ഫൂട്ട് നോട്ട്, എൻഡ് നോട്ട് എന്നൊക്കെ നമ്മൾ പഠിക്കണം. നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടർ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഹെഡറും ഫൂട്ടറും? എന്താ ഫൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസേർട്ടില് നമ്മളിവിടെ ഫൂട്ടർ പഠിച്ചു. എന്താ ഫൂട്ടർ? എഡിറ്റ് ദി ഫൂട്ടർ ഓഫ് ദി ഡോക്യുമെന്റ്. എന്താണ്? ദ കണ്ടന്റ് ഇൻ ദ ഫൂട്ടർ വിൽ അപ്പിയർ അറ്റ് ദി ബോട്ടം ഓഫ് ഈച്ച് പ്രിന്റഡ് പേജ്. ബോട്ടം ഓഫ് ഈച്ച് പ്രിന്റഡ് പേജ്. എന്താണ് ഫൂട്ട് നോട്ട്? എന്താ ഫുട് നോട്ട്? ഫുട് നോട്ട്സ് ആർ ഓട്ടോമാറ്റിക്കലി എഴുതി വെക്കുക കേട്ടോ. ഫുട് നോട്ട്സ് ആർ ഓട്ടോമാറ്റിക്കലി റീനംബേർഡ് ആസ് യു മൂവ് ടെക്സ്റ്റ് അറൌണ്ട് ദി ഡോക്യുമെന്റ്. എന്താ ഫുട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് ഫുട് നോട്ട്? ഹെഡറും ഫൂട്ടറും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ? എല്ലാ പേജിലും ഉണ്ട് ഫൂട്ടർ. ഹെഡർ എല്ലാ പേജിന്റെ മുകളിലുണ്ട്. ഫൂട്ട് നോട്ടും എൻഡ് നോട്ടും അത് രണ്ടും തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഫൂട്ട് നോട്ട് ആൻഡ് എൻഡ് നോട്ട്. നമ്മൾ ഇപ്പൊ ഇവിടെ ബ്രീഫ് ഡിസ്ക്രിപ്ഷന്റെ അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു, ഫുട് നോട്ട് ആഡ് ചെയ്തു. നോക്കൂ, കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഡിസ്ക്രിപ്ഷന്റെ ആ മുകളിലായിട്ട് 1 എന്നുള്ള നമ്പർ കാണുന്നുണ്ട്. കാണില്ലേ? ഞാൻ വലുതാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ വെച്ച് ഫുട് നോട്ട് കൊടുത്തത് കൊണ്ടാണ് എന്ത് വന്നത്? ആ നമ്പർ 1 വന്നത് അല്ലേ? ഇനി താഴെ അറ്റ് എ ടൈം താഴെ തന്നെ എന്ത് നമ്പർ 1 എന്നുള്ളത് അവിടെ കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അവിടെ എന്താ ഞാൻ എഴുതി വെച്ചതാണ് കേട്ടോ, ഡിസ്ക്രിപ്ഷൻ. നമ്മളിവിടെ 1. ഈ ഡിസ്ക്രിപ്ഷന്റെ മീനിങ് അറിയില്ല. എവിടെ ഉണ്ട് ആൻസർ? അവിടെ ഉണ്ട്. താഴെ 1 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഓഫ് ദി അവിടെ കൊടുത്തു, ഇൻസേർട്ട് കൊടുത്തു. അപ്പൊ അതും 2 വന്നു. നമ്മൾ ഈ 1ന്റെ അവിടെ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ഫുട് നോട്ട്. അടുത്തത് ഇവിടെ കിടക്കാണ്. അതാ കണ്ടോ? അടുത്ത ഇവിടെ കിടക്കാണ്. അപ്പൊ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം അവിടെ ഫുട് നോട്ട് ഉണ്ട്. എന്താ ഫുട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ ഫുട് നോട്ട്? നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരു വേർഡിന്റെ അറ്റത്ത് നമ്പർ 1, നമ്പർ 2, നമ്പർ 3 അതിന്റെ മീനിങ് ടെക്സ്റ്റ് ബുക്കിന്റെ താഴെ ഇതേപോലെ കാണിക്കും അല്ലെ? നമ്പർ ചെയ്ത് കാണിക്കും ഇല്ലേ? ഇതാണ് എന്ത്? ഫുട് നോട്ട്. അതായത് നമുക്ക് ആ ഒരു പേജിന്റെ താഴെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനൊരു ഡിസ്ക്രിപ്ഷനോട് കൂടി അല്ലെങ്കിൽ അതിന് നമ്പർ ഇട്ടിട്ട് നമുക്ക് എല്ലാ പേജിന്റെയും താഴെ കാണാൻ പറ്റും. എല്ലാ പേജിന്റെയും താഴെ കേട്ടോ, എല്ലാ പേജിന്റെയും താഴെ. അതാണ് എന്ത്? ഫുട് നോട്ട്. ഇൻസേർട്ട് ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നോക്കൂ, ഫുട് നോട്ട് ആർ ഓട്ടോമാറ്റിക്കലി റീനംബേർഡ് ആസ് യു മൂവ് ടെക്സ്റ്റ് അറൌണ്ട് ദി ഡോക്യുമെന്റ്.
നമുക്ക് മൂവ് ചെയ്യേണ്ടതായിട്ടുള്ള ടെക്സ്റ്റിന്റെ ആ ഒരു ഡോക്യുമെന്റിലുള്ള ടെക്സ്റ്റുകളുടെ ഒക്കെ റീനമ്പേർഡ് ചെയ്തിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ലിങ്ക് ഉണ്ടാവും. ചിലപ്പോൾ ആ ഒരു വേർഡിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരിക്കാം, ഒരു ഇമേജിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആയിരിക്കാം. അത് നമ്മുടെ പേജിന്റെ താഴെ കാണിക്കും. അപ്പൊ ഫുട് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ എഴുതി വയ്ക്കാം എവരി പേജിൽ, എൻഡ് ഓഫ് ദി പേജ്, എവരി എൻഡ് ഓഫ് ദി പേജ്, ഒരു പേജിന്റെ താഴെ. മനസ്സിലായല്ലോ? ഇനി എന്താണ് എൻഡ് നോട്ട്? എന്താ എൻഡ് നോട്ട് ദി ഡോക്യുമെന്റ്? എൻഡ് നോട്ട്സ് ആർ പ്ലേസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡോക്യുമെന്റ്. അത് നോട്ട് ചെയ്ത് വെക്കണം. എൻഡ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെരി ഇമ്പോർട്ടന്റ് വൺ. ഇത്രയും മാത്രം മതി, ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. എൻഡ് ഓഫ് ദി ഡോക്യുമെന്റ്. എൻഡ് നോട്ട്സ് ആർ പ്ലേസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡോക്യുമെന്റ്. ആ ഒരു ഡോക്യുമെന്റിന്റെ ഏറ്റവും താഴെ എവിടെയാണ്? ആ ഒരു ഡോക്യുമെന്റിന്റെ ഏറ്റവും താഴെയാണ് എൻഡ് നോട്ട്. മനസ്സിലായോ? ആ ഒരു ഡോക്യുമെന്റിന്റെ ഏറ്റവും താഴെയാണ് എൻഡ് നോട്ട്. മനസ്സിലായല്ലോ? അപ്പൊ എൻഡ് നോട്ടും ഫുട് നോട്ടും ഒന്ന് ഓർത്ത് വെക്കാം. നമുക്ക് എൻഡ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്ക് അവിടെ ഏറ്റവും ആ ഒരു ഡോക്യുമെന്റ് ലാസ്റ്റ് പേജിൽ, ഇപ്പൊ നമുക്കിവിടെ 4 പേജ് ഉണ്ട്. അപ്പൊ 4ാമത്തെ പേജിലാണ് എന്ത് കിടക്കുന്നുണ്ടാവുള്ളൂ? എൻഡ് നോട്ട് കിടക്കുക. കണ്ടോ? 4ാമത്തെ പേജ് അവിടെ അതാണ് പേജിന്റെ എൻഡ്, അവിടെയാണ് എൻഡ് നോട്ട് കിടക്കുന്നുണ്ടാവും. നമുക്ക് എന്തെങ്കിലും അഡീഷണലി ഡിസ്ക്രിപ്ഷനോ എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് എൻഡ് നോട്ട്. ഷോ നോട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എല്ലാ നോട്ടുകളും ഇവിടെ കാണിക്കും. അത്രേ ഉള്ളൂ ഷോ നോട്ട്, വേറെ ഒന്നുമില്ല. അപ്പൊ ഫുട് നോട്ട്സ് അത്രേ ഉള്ളൂ. ടേബിൾ ഓഫ് കണ്ടന്റ്, ഫുട് നോട്ട്സ്, റെഫറൻസസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള 2 കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ? ഇനി സിറ്റേഷൻസ് ആൻഡ് ബിബ്ലിയോഗ്രഫി ഒക്കെ ആണ്. അപ്പൊ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഇതുവരെ എടുത്തതൊക്കെ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?